ഇവന്മാരെ കൊണ്ട് എന്ത് ശല്യം ഉണ്ടോ? ആരെ കൊണ്ടാണ്ടോ? ഹലോ. ഹലോ, സമീർ അല്ലേ? അതെ, സമീറാണ്. എന്തേ? എന്റെ പേര് ദിവ്യ. നൈസ് നെയിം. സമീറെ, ഞാൻ ഭാരത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. സമീർ ഇപ്പൊ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വർക്കൊന്നും ഇല്ലാതെ വീട്ടിലെ വെറുതെ ഇരിപ്പല്ലേ? ഹലോ, എന്റെ പേര് മിനി. ഞാൻ സൺറൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിക്കുക. ഇത് വെറും 6 മാസത്തെ കോഴ്സാണ്. ये 100% guaranteed है सर। സാർ 21 വയസ്സിൽ ലൈഫ് സെറ്റിലാണ്. അതിനെനിക്ക് 25 വയസ്സായല്ല. എന്നാൽ 25 വയസ്സിൽ ലൈഫ് സെറ്റിൽ. അതിനിപ്പോ എനിക്ക് ജോലിയായില്ലേ, അത് പറഞ്ഞാ പോരെ? കൺഗ്രാറ്റ്സ് സർ. ഞാൻ സത്യം പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നല്ല വിളിക്കുന്നത്. പിന്നെ ഞാൻ ആക്ച്വലി നന്മ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. എന്തിന്? സർ, സാറിന് ഇപ്പൊ ജോലിയൊക്കെ ആയല്ലോ. അതുകൊണ്ട് നമ്മുടെ ബാങ്കിന്റെ സ്പെഷ്യൽ ഓഫർ ക്രെഡിറ്റ് കാർഡിന് സാർ ഇപ്പോൾ എലിജിബിൾ ആണ്. പിന്നെ കാർ ലോൺ, ഹൗസ് ലോൺ, ബിസിനസ് ലോൺ, അതുപോലെ ബൈക്ക്, മൊബൈൽ, ലാപ്ടോപ്പ്, ടാക്സി സർവീസ് ഒക്കെ ഇവയും അവൈലബിൾ ആണ് സർ. കോഴ്സ് തേണ്ടിയാൽ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ EMI, ലോണ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഓഫർ കാർഡ്. ഞാൻ എൻ്റെ നമ്പർ വരെ മാറ്റി നോക്കി, എന്നിട്ട് രക്ഷയില്ല. അല്ല മാർക്ക് എന്നൊരു നമ്പർ എവിടെ നിന്ന് കിട്ടണടാ? കാലത്തൊക്കെ ഒരു നമ്പർ ഒപ്പിക്കാനാണോ അച്ഛനെ പാട്? അപ്പൊ എങ്ങനെ നെക്സ്റ്റ് വീക്ക് വരില്ലേ ബാങ്കിലേക്ക്? വരുമെന്നാ എന്റെ ചോദ്യമാണ് പ്രിയ. എന്തായാലും വരും. അതെന്താ പ്രിയക്കിന് വിശ്വാസമില്ല? വിശ്വാസമൊക്കെ ഉണ്ട്. പിന്നെന്താ, പ്രിയക്ക് വേണ്ടി ഒന്നല്ല 2 ക്രെഡിറ്റ് കാർഡ് എടുക്കും പോരെ? പിന്നെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാം. ഷോ, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും കൊണ്ട് ധൈര്യമായിട്ട് ചോദിച്ചോന്ന്. ഏതെങ്കിലും ഒരു 5 ഫ്രണ്ട്സിന്റെ നമ്പർ തരാം. ഈ മന്തിലെ ടാർഗറ്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാ. ഇത്രയുള്ളൂ പ്രിയ. എന്റെ ഒരു അന്യനായിട്ട് കാണല്ലേ. 5 അല്ല 10 ഫ്രണ്ട്സ് നമ്പർ ഒപ്പിച്ചു പോരെ, അതും 10 സെക്കൻഡിൽ. So sweet. പണ്ട് മുതലേ ഭയങ്കര സ്വീറ്റ് ആണെന്ന് എല്ലാവരും പറയണം. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? നീ എന്താണ് ഈ ആലോചിച്ചോണ്ടിരിക്കുക? അല്ല, ഇവന്മാർക്ക് ഈ നമ്പറൊക്കെ എവിടെ നിന്ന് കിട്ടണം എന്ന് ആലോചിക്കണമായിരുന്നു. എപ്പോഴും വിളിച്ചോണ്ടിരിക്കുമല്ലേ നിന്ന ശല്യങ്ങൾ. മതി മതി, വാ പോവാ. ആ ആ, ഓ, നമുക്കൊരു ചായ കുടിച്ചാലോ?